ഹായ് ഓൾ, വെൽക്കം ടു നേഴ്സിംഗ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എമിസിസ് ഗ്രാവിഡാരാണ്. എന്താണ് ഹൈപ്പർ എമിസിസ് ഗ്രാവിഡാരം? ഹൈപ്പർ മീൻസ് എന്താ സംതിങ് എക്സസീവ് അല്ലെ സിവിയർ എന്നൊക്കെ പറയുന്നത്. എമിസിസ് ആൻറ്റിമെറ്റിക് ഡ്രഗ് എന്നൊക്കെ നമ്മൾ കേട്ടില്ല. എന്താണ് എമിസിസ് എന്ന് പറഞ്ഞാൽ? വോമിറ്റിംഗ്, സംതിങ് റിലേറ്റഡ് ടു വോമിറ്റിംഗ് അല്ലേ. അപ്പോൾ എന്താണ് ഹൈപ്പർ എമിസിസ് ഗ്രാവിഡാരം നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ഡെഫിനേഷൻ പറയാം, സിവിയർ വോമിറ്റിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ സമയത്തുള്ള എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള വോമിറ്റിങ്ങിനെയാണ് നമ്മൾ ഹൈപ്പറെമിസിസ് ഗ്രാവിഡാരം എന്ന് പറയുന്നത്. ഇനി ഒരു ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, സിവിയർ വോമിറ്റിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി ദാറ്റ് അഫക്ട് മദേഴ്സ് ഹെൽത്ത് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ കോസ് ഡീഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, വെയിറ്റ് ലൂസ് ആൻഡ് മെറ്റാബോളിക് ഡിസ്റ്റർബൻസ്. എന്താണ് ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം എന്ന് പറയുന്നത്? പ്രഗ്നൻസിയുടെ സമയത്തുള്ള സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് കാരണം അതെന്താണ് മദറിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മദറിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ്. ഇത് കാരണം ഈ ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് കാരണം മദറിന് ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും വെയിറ്റ് ലൂസും മെറ്റാബോളിക് ഡിസ്റ്റർബൻസസും ഉണ്ടാകുന്നു. ഇതാണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർമെസിസ് ഗ്രാവിഡാരത്തിൽ. ഇനി ഇൻസിഡൻസ് നോക്കാം. വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. 1000 പ്രഗ്നൻസീസിൽ ലെസ് ദാൻ 1 മദറിനായിരിക്കും ഈ ഹൈപ്പറെമിസിസ് ഗ്രാവിഡാരം ഉള്ളത്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് കുറയാം ഈ ഹൈപ്പറെമിസിസ് ഗ്രാവിഡാരം എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഫാമിലി പ്ലാനിങ് മെത്തേഡ് കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൽസിൽ പ്രഗ്നൻ്റ് ആവുന്നത്, അതുപോലെ ഏർലി ആൻറ്റിനേറ്റൽ കെയർ കൊടുത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ആൻറ്റിഎമറ്റിക് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാം. ഇനി എന്താണ് എറ്റിയോളജി നോക്കാം. എക്സാക്ട് കോസ് അൺനോൺ ആണ്. പിന്നെ അതിലാതെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ട്രൈമിൻസ്റ്ററിൽ വരാം, അതുപോലെ തന്നെ പ്രൈമറി ഗ്രാവിഡ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ, യങ് ഏജ് ആണെങ്കിൽ, ലോ BMI ആണെങ്കിലും ഇതൊക്കെയാണ് ഒരു എറ്റിയോളജി എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി പരമായിട്ട് ആ പ്രഗ്നൻ്റ് ആയ വുമൻ്റെ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററിയിൽ വഴി നമുക്ക് വരാം. ദെൻ മോളാർ അല്ലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, പിന്നെ മോഷൻ സിക്നസ്, മൈഗ്രെയിൻ, അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയിലൊക്കെ ഈ ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം കാണുന്നുണ്ട്. ഇനി കുറച്ച് തിയറീസ് ഉണ്ട് ഇതിനെപ്പറ്റി. ഒന്നാമത്തെയാണ് ഹോർമോണൽ തിയറി. ഈ എറ്റിയോളജിനെ പറ്റിയുള്ള തിയറിയാണ് ഒന്നാമത്തെ ഹോർമോണൽ തിയറി. ഹൈ HCG കൊണ്ടോ അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിൻ്റെ ഫലമായി മദറിന് ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം വരാം. ദെൻ സൈക്കോജനിക് തിയറി പറയുന്നത് എന്തെങ്കിലും സ്ട്രെസ്സോ ഇമോഷണൽ ഫാക്ടേഴ്സ് മൂലമോ ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം വരാം. ദെൻ ന്യൂട്രീഷണൽ തിയറി ലോ കാർബ്സ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് മൂലം വരാം. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ തിയറി ഡിലേഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് എംറ്റീമിൻ്റെ ഫലമായിട്ട് ഈ ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം എക്സസീവ് ആയിട്ടുള്ള വോമിറ്റിംഗ് വരാം. ഇനി പത്തോളജി എഫക്ട്സ് ഓഫ് ഡീഹൈഡ്രേഷൻ ആൻഡ് സ്റ്റാർവേഷൻ എന്തൊക്കെയാണ്? ലിവറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഫാറ്റി ചേഞ്ചസ് വരാം, റേസ്ഡ് എൻസൈംസ് വരാം, അതുപോലെ കിഡ്നിയിലാണ് ട്യൂബുലർ ചേഞ്ചസ് വരാം. സ്റ്റാർവേഷൻ നടക്കുകയാണ്, ഡീഹൈഡ്രേറ്റഡ് ആണ് മദർ, അപ്പോൾ അതിൻ്റെ ഫലമായാണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ വെർണിക്സ് എൻസഫലോപ്പതി വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ മെറ്റാബോളിക് ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ്, ഇത് തന്നെ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സുമായിട്ട് എഴുതാം. ആസിഡോസിസ് ഡ്യൂ ടു സ്റ്റാർവേഷൻ, ദെൻ ആൽക്കലോസിസ് എന്തുകൊണ്ടായിരിക്കും? വോമിറ്റീവ് ആയിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് മുതൽ. പിന്നെ ഹൈപ്പോകാലീമിയ, ഹൈപ്പോനാട്രീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. കീറ്റോസിസ് ഉണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മദർ സ്റ്റാർവ് ചെയ്തുകൊണ്ടായിരിക്കും, അതുപോലെ തന്നെ വോമിറ്റിംഗ് എക്സസീവ് ആയിട്ടുള്ള വോമിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ക്ലിനിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജിൽ നമ്മൾ നോ ഡീഹൈഡ്രേഷൻ, അതുപോലെ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി ആയി. ഏർലി സ്റ്റേജിൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കാണത്തില്ല, ഡീഹൈഡ്രേഷൻ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. അപ്പോൾ പക്ഷേ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി ആയിരിക്കും, ഫറ്റീഗ് പോലെയൊക്കെ മദറിന് വരാനുള്ള ഇതുണ്ട്. ദെൻ ലേറ്റ് സ്റ്റേജിൽ പറയുകയാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വോമിറ്റിംഗ് കാണും മദറിന്, അതുപോലെ തന്നെ ഫറ്റീഗ് ആയിരിക്കും, എക്സസീവ് ഫറ്റീഗ് ഉണ്ടായിരിക്കും. ദെൻ സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ കാണാം, അതും പെയിലായിരിക്കും, നമ്മുടെ ലിപ്സും ഫിംഗർ നെയിൽസൊക്കെ പെയിലായിരിക്കും. അതുപോലെ തന്നെ മദറിന് സ്റ്റാർവേഷൻ ഉണ്ടായിരിക്കും, വോമിറ്റിംഗ് ഉണ്ട്, അതുപോലെ ഒന്നും കഴിക്കാനും പറ്റാത്ത അവസ്ഥ. ദെൻ ഒലിഗ്യൂറി ഉണ്ടായിരിക്കും, എപ്പിഗ്യാസ്ട്രിക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻസ് ഒക്കെ ഈ ലേറ്റ് സ്റ്റേജിൽ നമുക്ക് കാണാം. ഇനി എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കാം. യൂറിൻ അനാലിസിസ് വരെ കീറ്റോൺസ്, ക്ലോറൈഡ്സ് ഒക്കെ നമ്മൾ അസസ് ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാക്കാം. ദെൻ ബ്ലഡിനകത്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും, നമ്മൾ ആദ്യം തന്നെ ഡെഫിനേഷനകത്ത് പറഞ്ഞത്. അത് നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് നോക്കാം, ഗ്ലൂക്കോസ് നോക്കാം, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഗ്ലൂക്കോസ് നോക്കാം. ദെൻ ലിവർ ഫംഗ്ഷൻ LFT ഒക്കെ നോക്കാം. ദെൻ തൈറോയ്ഡ് പ്രൊഫൈൽ നോക്കാം. ECG നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ അളവൊക്കെ ഉണ്ട്, കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പറഞ്ഞില്ലേ, അപ്പം ECG നമുക്ക് വേരിയേഷൻ കാണാൻ പറ്റും. പിന്നെ USG എടുത്ത് നോക്കാം. ഒഫ്താൽമോസ്കോപ്പി, ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹൈപ്പർമെസിസ് ഗ്രാവിഡാരം നമുക്ക് ഒഫ്താൽമോസ്കോപ്പി നോക്കാം. ഇനി എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ നോക്കാം. മറ്റേണലിനകത്താണ് വെർണിക്സ് എൻസഫലോപ്പതി, ബ്രെയിനിന് വരുന്നതാണ്. ദെൻ ലിവർ ഫെയിലിയർ വരും, അതുപോലെ തന്നെ റീനൽ ഫെയിലിയറും വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫീറ്റൽ കോസസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി അൺഅഫക്റ്റഡ് ഇഫ് ട്രീറ്റഡ് ഏർലി. നമ്മൾ നേരത്തെ ഇത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ യൂഷ്വലി ഫീറ്റസിനെ അങ്ങനെ അഫക്റ്റ് ചെയ്തില്ല. പിന്നെ വരാനുള്ള റിസ്ക് എന്ന് പറയുന്നത് LBW, ലോ ബർത്ത് വെയ്റ്റ് ബേബി ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഏർലി ആൻഡ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സിമ്പിൾ വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി. എന്താണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ് കൊടുക്കുക. അതുപോലെ എന്താണ് പറയുന്നത്, പേഷ്യനെ നന്നായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടാൻ പറയുക. അതൊക്കെയാണ് നമുക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞ് ചെയ്യാനുള്ളത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. റീഹൈഡ്രേറ്റ്, പേഷ്യന് ഡീഹൈഡ്രേഷൻ ആണ് പേഷ്യനുള്ള, അപ്പോൾ എന്തായിരിക്കും റീഹൈഡ്രേറ്റ് ചെയ്യാൻ നോക്കാം. കൺട്രോൾ വോമിറ്റിംഗ്, കറക്റ്റ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആൻഡ് മെറ്റാബോളിക് ചേഞ്ചസ്, പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻ ആൻഡ് എൻഷുർ ഫീറ്റൽ ആൻഡ് മെറ്റേണൽ വെൽബിങ്. ഇതൊക്കെയാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് നോക്കാം. എസെൻഷ്യൽ ഫോർ റാപ്പിഡ് ഇംപ്രൂവ്മെൻറ്റ്, പേഷ്യൻ്റെ കണ്ടീഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി എന്താണ് നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാം. സിവിയർ കേസ് അല്ലെ മൈൽഡ് കേസിൽ, മോഡറേറ്റ് കേസൊക്കെ, മൈൽഡ് കേസ് നമുക്ക് ഹോം റെമഡി വെച്ച് തന്നെ നമുക്ക് ഹോം കെയർ വെച്ചാൽ മതി. ദെൻ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക പേഷ്യൻറ്റിന്. ദെൻ ഫ്ലൂയിഡ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്നൊക്കെ ആദ്യത്തെ 24 hours നമ്മൾ NPO ആയിരിക്കും പറയുന്നത്. ഓറൽ നമ്മളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ IV ഫ്ലൂയിഡ്സ് 3 liter per day. അതിനകത്ത് 50% ഡെക്സ്ട്രോസും 50% RL വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ പാതി. ഇപ്പോൾ 3 liter ആണ് ഒരു ദിവസം, 1.5 liter ഡെക്സ്ട്രോസും 1 liter റിംഗൽ ലാക്റ്റേറ്റും ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ മോണിറ്റർ കറക്റ്റ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് കൺസിഡർ NG ഫീഡിങ് ഇഫ് നീഡഡ്. നമുക്ക് NG ട്യൂബ് ഫീഡിങ് വേണം, നമുക്ക് കൊടുക്കാം പേഷ്യന് ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. ദെൻ മെഡിക്കേഷൻ ആയിട്ടാണെങ്കിൽ ആൻറ്റി എമിറ്റിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രോമത്താസിൻ അല്ലെ ഫിനർഗാൻ എന്ന് പറയും, അത് 25 mg IM ആയിട്ട് കൊടുക്കും. അതുപോലെ സ്റ്റെമറ്റിൽ 5 mg, സീക്വൽ 10 mg, മെറ്റോക്ലോപ്രോമൈഡ്, ദെൻ വൈറ്റമിൻ B6 ഒക്കെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രൈബ് വെച്ച് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ്. ദെൻ സ്റ്റീറോയിഡ്സ് കൊടുക്കാം. ഹൈഡ്രോകോർട്ടിസൺ 100 mg IVO അല്ലെ ഓറൽ പ്രെഡ്നിസോളോനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അങ്ങനെ ഉള്ളവർക്ക് വൈറ്റമിൻ B1, B6, B12 ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി എന്താണ് നേഴ്സിംഗ് കെയർ നമുക്ക് നോക്കാം. എന്തായിരിക്കും പേഷ്യൻ്റ് നല്ലൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഹൈപ്പർ എമസിസ് പ്രോഗ്രസ് ചാർട്ട്, ഒരു ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തൊക്കെയാണ് ഇൻടേക്ക്, എന്താണ് ഔട്ട്പുട്ട് എന്നൊക്കെ ഒരു മോണിറ്റർ ചെയ്യുക. അതുപോലെ പേഷ്യൻ്റെ വൈറ്റൽസ്, ഇൻടേക്ക് ഔട്ട്പുട്ട്, ലാബ്, ECG റിപ്പോർട്ടൊക്കെ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. ECG റെക്കോർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നതുകൊണ്ട് എന്തായിരിക്കും പൊട്ടാസ്യം കൂടുതലും കുറയ്ക്കാൻ നമുക്ക് വേരിയേഷൻ വരും. അതാണ് നമ്മൾ ECG റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ സൈൻസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, എന്തൊക്കെയായിരിക്കും സൈൻസ്, വോമിറ്റിംഗ് കുറയും, എപ്പറ്റൈറ്റ് കൂടും, പേഷ്യൻ്റെ BP എന്തായിരിക്കും നോർമലാവും, പൾസ് നോർമലാവും, നോർമലായിട്ടുള്ള യൂറിൻ ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും ബയോകെമിക്കൽ നോർമലൈസേഷൻ, ബ്ലഡ് ടെസ്റ്റൊക്കെ നോക്കുമ്പോൾ വാല്യൂസൊക്കെ നോർമൽ വാല്യൂ ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡയറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിഗിൻ വിത്ത് ഡ്രൈ കാർബ്, ടോസ്റ്റഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ കൊടുത്തിടാം ആദ്യം നമുക്ക് ഫുഡ് ഇൻടേക്ക് നോക്കാൻ. പിന്നെ അതുപോലെ അറ്റ് എ ടൈം ഹ്യൂജ് ക്വാണ്ടിറ്റി കഴിക്കാതെ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഗ്രാജുവൽ റീഇൻട്രൊഡക്ഷൻ ഓഫ് ടു നോർമൽ ഡയറ്റ്, പിന്നെ പതിയെ വേണം നമ്മൾ എന്തായിരിക്കും സാധാരണ കഴിക്കുന്ന എന്തായിരിക്കും ആഹാരത്തിലോട്ട്, ഇപ്പോൾ റൈസ്, ചപ്പാത്തിയിലോട്ടൊക്കെ ഗ്രാജുവലി വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോർമൽ ഡയറ്റ്. സോ ഇതൊക്കെയാണ് ഹൈപ്പറെമസിസ് ഗ്രാവിഡാര. താങ്ക് യു.